നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സുവർണ രഹസ്യം പങ്കുവയ്ക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്ന്. നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുന്ന ആ ജീവിതം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ശീലം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, രാവിലെയുള്ള ആദ്യത്തെ 1-1.5 മണിക്കൂർ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ദിവസം മുഴുവൻ സൂപ്പർ പ്രൊഡക്റ്റീവും ഹൈ എനർജിയും സന്തോഷവും നിറഞ്ഞതാക്കാൻ സാധിക്കുമെന്ന്. ആ മനോഹരമായ ദിവസങ്ങൾ ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു ഉയരത്തിലെത്തിക്കും. കൂടുതൽ വിജയം, കൂടുതൽ സന്തോഷം, കൂടുതൽ നിയന്ത്രണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആദ്യം ചെറിയൊരു സംശയം തോന്നിയേക്കാം. എന്നാൽ ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയവും ബാക്കിയുണ്ടാകില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും തെളിയിച്ചു തരും. അതെ, നിങ്ങളുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ദിവസവും പ്രയോഗിക്കുന്ന പ്രായോഗിക രഹസ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അവർ ആരോടും പങ്കുവയ്ക്കാത്ത, എന്നാൽ അവരെ ഉന്നതങ്ങളിലെത്തിച്ച ആ രഹസ്യം. സുഹൃത്തുക്കളെ, എന്റെ വ്യക്തിജീവിതത്തിൽ എനിക്ക് വളരെ കൗതുകകരവും ശക്തവുമായ ഒരു പാറ്റേൺ കാണാൻ കഴിഞ്ഞു. അതെന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. എന്റെ ഒരു ദിവസം പൂർണ്ണമായും പാഴായി പോകുമ്പോൾ, പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, ഞാൻ നിരാശനും എനർജിയില്ലാത്തവനും ഡിപ്രസ്ഡുമായിരിക്കുമ്പോൾ എന്റെ പ്രഭാതം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ തിരിഞ്ഞുനോക്കി. ഓരോ തവണയും ഉത്തരം ഒന്നായിരുന്നു: പ്രഭാതം വളരെ മോശമായിരുന്നു. തീർത്തും അൺപ്ലാൻഡ്. വൈകി എഴുന്നേൽക്കുക, കിടക്കയിൽ വെച്ച് തന്നെ ഫോൺ എടുക്കുക, മണിക്കൂറുകളോളം റീൽസ് സ്ക്രോൾ ചെയ്യുക, നോട്ടിഫിക്കേഷനുകൾ ചെക്ക് ചെയ്യുക, ഒരു പ്ലാനും ഇല്ലാതിരിക്കുക. ഇതായിരുന്നു അന്നത്തെ റുട്ടീൻ. മറുവശത്ത്, എന്റെ ഒരു ദിവസം സൂപ്പർ അമേസിംഗ് ആയിരിക്കുമ്പോൾ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ, ഞാൻ ഹൈ എനർജിയും ഫോക്കസും നിറഞ്ഞവനായി സന്തോഷവാനായി ഇരിക്കുമ്പോൾ, ഇന്ന് ഞാൻ വലിയൊരു കാര്യം ചെയ്തു എന്നെനിക്ക് തോന്നുമ്പോൾ, അന്നത്തെ എന്റെ പ്രഭാതവും വളരെ പെർഫെക്റ്റും അച്ചടക്കമുള്ളതുമായിരുന്നു. അതിരാവിലെ എഴുന്നേൽക്കുക, ഫ്രഷ് മൈൻഡോടെ പ്ലാൻ ചെയ്യുക, സ്വന്തം കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക, ശരീരവും മനസ്സും ആക്റ്റീവാക്കുക. ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല സുഹൃത്തുക്കളെ. ന്യൂറോസയൻസും സൈക്കോളജിയും ആയിരക്കണക്കിന് പഠനങ്ങളും വീണ്ടും വീണ്ടും ശരിവയ്ക്കുന്ന വളരെ സോളിഡായ ഒരു യഥാർത്ഥ പാറ്റേണാണിത്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ എന്തിനാണ് രാവിലെ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതും സ്ഥിരമായി. ആപ്പിളിന്റെ സിഇഒ ടിം കുക്ക് രാവിലെ 3:30 എഴുന്നേറ്റ് ഇമെയിലുകൾ നോക്കുകയും വർക്കൌട്ട് ചെയ്യുകയും ദിവസത്തെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. മിഷേൽ ഒബാമ ഫിറ്റ്നസിനും മാനസിക വ്യക്തതയ്ക്കുമായി 4:30 ജിമ്മിലുണ്ടാകാറുണ്ടായിരുന്നു. അന്തരിച്ച കോബി ബ്രയാന്റ് രാവിലെ 4 മണിക്ക് തന്റെ ബാസ്കറ്റ്ബോൾ പരിശീലനം ആരംഭിക്കുമായിരുന്നു. കാരണം ആ മണിക്കൂറുകൾ സുവർണമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഓപ്ര വിൻഫ്രി, ജാക്ക് ഡോർസി, ട്വിറ്റർ ഫൗണ്ടർ റിച്ചാർഡ് ബ്രാൻസൺ, വിർജിൻ ഗ്രൂപ്പ്, ഡ്വെയ്ൻ ജോൺസൺ ദ റോക്ക്, ഹാൽ എൽറോഡ്, മിറക്കിൾ മോർണിംഗ് ബുക്ക് ഓതർ, ഇവരെല്ലാം രാവിലെ 5 മണിയോ അതിനു മുമ്പോ എഴുന്നേൽക്കുന്നവരാണ്. ഇവർക്കെല്ലാം ഉറക്കക്കുറവാണോ അതോ ഭ്രാന്താണോ? ഒരിക്കലുമല്ല. ജീവിതത്തിലെ മുഴുവൻ കളിയും രാവിലെയുള്ള ആദ്യത്തെ കുറച്ചു മണിക്കൂറുകളിലാണ് തീരുമാനിക്കപ്പെടുന്നതെന്ന് ഇവർക്ക് നന്നായി അറിയാം. നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ ദിവസത്തിന്റെ ടോൺ സെറ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ മൂഡ് തീരുമാനിക്കുന്നു, നിങ്ങളുടെ എനർജി ലെവൽ തീരുമാനിക്കുന്നു, ആ ദിവസം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെയും ദിശ തീരുമാനിക്കുന്നു. ഇനി നമുക്ക് സയൻസിലേക്ക് കടക്കാം. പ്രഭാത സമയം ഇത്ര സ്പെഷ്യലാകുന്നത്, ഇത്ര മാന്ത്രികമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദമായി മനസ്സിലാക്കാം. നല്ലൊരു ഉറക്കത്തിനു ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും ഫ്രഷായ, പവർഫുള്ളായ, ക്രിയേറ്റീവായ അവസ്ഥയിലായിരിക്കും. ഇതിനെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പീക്ക് പെർഫോമൻസ് സമയം എന്നാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ വിളിക്കുന്നത്. വലിയ തീരുമാനങ്ങൾ എടുക്കുക, ലോങ് ടേം പ്ലാനിംഗ്, ഫോക്കസ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ്, സെൽഫ് കൺട്രോൾ എന്നിവ നിർവഹിക്കുന്നത് തലച്ചോറിന്റെ ഈ ഭാഗമാണ്. അതിരാവിലെ നിങ്ങളുടെ വിൽപവർ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും. കാരണം രാത്രിയിലെ നല്ല ഉറക്കം മൂലം കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ, അഡ്രിനാലിൻ എന്നിവ ബാലൻസ്ഡ് ആയിരിക്കും. കൂടാതെ സെറോട്ടോണിൻ, ഡോപ്പാമൈൻ ലെവലുകൾ ഒപ്റ്റിമലായിരിക്കും. മാർക്ക് ട്വെയിന്റെ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്: നിങ്ങൾക്ക് രാവിലെ ഒരു തവളയെ തിന്നണമെങ്കിൽ ആദ്യം അത് തിന്നുക, പിന്നെ ബാക്കി ദിവസം എളുപ്പമായിരിക്കും. അതായത് നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, ചെയ്യാൻ മടിയുള്ള ജോലി രാവിലെ തന്നെ ചെയ്തു തീർക്കുക, നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ എനർജി പീക്കിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷേ നമ്മളിൽ 95% ആളുകളും എന്താണ് ചെയ്യുന്നത്? അലാറം അടിക്കുമ്പോൾ സ്നൂസ് അമർത്തും, 5-10 മിനിറ്റ് കൂടി ഉറങ്ങും, പിന്നെ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ഫോൺ എടുക്കും, വാട്സാപ്പ് മെസ്സേജുകൾ ചെക്ക് ചെയ്യും, ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യും, ഫേസ്ബുക്ക് ന്യൂസ് ഫീഡ്, യൂട്യൂബ് ഷോർട്സ്, വാർത്തകൾ, അങ്ങനെ 30-60 മിനിറ്റ് കടന്നുപോകും. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ബ്രെയിൻ പവർ, ഏറ്റവും കൂടിയ വിൽ പവർ, ഏറ്റവും ക്രിയേറ്റീവായ സമയം മറ്റുള്ളവരുടെ ജീവിതം കാണാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വായിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും നിങ്ങൾ പാഴാക്കി. നിങ്ങളുടെ തലച്ചോറ് ഇൻസ്റ്റന്റ് റിയാക്റ്റീവ് മോഡിലേക്ക് പോയി. ഡോപാമൈൻ സ്പൈക്സ് ഉണ്ടാകുന്നു, സ്ട്രെസ് ഹോർമോൺ കൂടുന്നു, ഫോക്കസ് നഷ്ടപ്പെടുന്നു, പിന്നെ ആ ദിവസം മുഴുവൻ സ്ട്രഗിളും ഡിസ്ട്രാക്ഷനും കുറഞ്ഞ എനർജിയുമായി കടന്നുപോകുന്നു.
നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ നയിക്കുകയല്ല, ആ ദിവസം നിങ്ങളെ വലിച്ചിഴക്കുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്. ഈ പാറ്റേൺ കൂടുതൽ വ്യക്തമാക്കാൻ ചില റിയൽ ലൈഫ് സ്റ്റോറികൾ ഞാൻ പറയാം. ആദ്യത്തെ കഥ എന്റെ സുഹൃത്ത് അജയിൻ്റേതാണ്. സാധാരണ 9 to 5 ജോലി. എപ്പോഴും പരാതിയായിരുന്നു, അളിയ, ഒന്നിനും സമയമില്ല, ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സൈഡ് ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല, ലൈഫ് ബോറിങ്ങും സ്ട്രെസ്ഫുള്ളുമായി തോന്നുന്നു, പ്രൊമോഷൻ കിട്ടുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ പ്രഭാതം എങ്ങനെയാണ് തുടങ്ങുന്നത്? അവൻ പറഞ്ഞു, 8-9 മണിക്ക് എഴുന്നേൽക്കും, ഫോൺ നോക്കും, ന്യൂസ് കാണും, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും, പിന്നെ ധൃതി പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലേക്ക് പോകും. ഞാൻ അവനോട് 30 ദിവസത്തെ സിമ്പിൾ ചലഞ്ച് എടുക്കാൻ പറഞ്ഞു. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക, ആദ്യത്തെ മണിക്കൂർ ഫോണിൽ തുടരുത്, കുറച്ച് വർക്കൗട്ട് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നിന്റെ സൈഡ് ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യം അവൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, ഉറക്കം ശരിയാകില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവൻ ശ്രമിച്ചു. 30 ദിവസത്തിനു ശേഷം അവന്റെ മെസ്സേജ് വന്നു, അളിയ, ലൈഫ് മൊത്തം മാറി. റെഗുലറായി ജിമ്മിൽ പോകാൻ തുടങ്ങി, 8 കിലോ കുറഞ്ഞു, ഒരു ഫ്രീലാൻസിംഗ് സൈഡ് ബിസിനസ് തുടങ്ങി, അതിൽ നിന്നിപ്പോൾ നല്ല വരുമാനമുണ്ട്, കുടുംബത്തോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടുന്നുണ്ട്, ഓഫീസിലെ ഫോക്കസ് കൂടി, പ്രൊമോഷനും കിട്ടി, കോൺഫിഡൻസും എനർജിയും ഡബിളായി. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ബോസെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നും ന്യായീകരണങ്ങൾ ഉണ്ടാക്കുകയാണെന്നുമാണ് മുൻപ് തോന്നിയിരുന്നത്. രാവിലെ ചില ചെറിയ ശീലങ്ങൾ മാറ്റിയപ്പോൾ സംഭവിച്ച മാറ്റമാണിത്. രണ്ടാമത്തെ കഥ മുംബൈയിലെ സോണിയ എന്ന വീട്ടമ്മയുടേതാണ്. സ്വന്തമായി ഒരു ഹോം ബേക്കിംഗ് ബിസിനസ് തുടങ്ങുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം. കേക്കുകളും കുക്കീസും വിൽക്കുക. കുട്ടികൾ, വീട്ടുജോലി, കിച്ചൺ എല്ലാം കൂടി നോക്കുമ്പോൾ സമയം കിട്ടുന്നില്ല എന്ന് അവർ എപ്പോഴും ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ തീരുമാനിച്ചു, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, 2 മണിക്കൂർ ബേക്കിംഗ് പ്രാക്ടീസിനും ഓർഡറുകൾക്കും വേണ്ടി മാറ്റിവെക്കും. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഉറക്കം വരും, കുട്ടികൾ ഉണരും. പക്ഷേ അവർ അത് സ്ഥിരമായി ചെയ്തു. 8 മാസത്തിനു ശേഷം ലോക്കൽ ഓർഡറുകൾ വരാൻ തുടങ്ങി, ഇൻസ്റ്റാഗ്രാം പേജ് ഹിറ്റായി. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഫുൾ ടൈം ബേക്കറായി. നല്ല വരുമാനം, ഇൻഡിപെൻഡന്റ് ഫീലിംഗ്. രാവിലെയുള്ള ആ കുറച്ചു മണിക്കൂറുകൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മൂന്നാമത്തെ കഥ രാഹുൽ എന്ന വിദ്യാർത്ഥിയുടേതാണ്. പരീക്ഷകളിൽ എപ്പോഴും ശരാശരി മാർക്ക്. രാവിലെ വൈകി എഴുന്നേൽക്കും, ഫോണിൽ സമയം കളയും. മൈൻഡ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് പകൽ പഠിക്കും. പിന്നീട് അവൻ രാവിലെ 5 മണി റുട്ടീൻ തുടങ്ങി. പഠനം, വ്യായാമം, നന്ദി പ്രകടിപ്പിക്കൽ. 1 വർഷം കൊണ്ട് അവൻ ടോപ്പറായി. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇതുപോലെ ആയിരക്കണക്കിന് കഥകളുണ്ട്. സിഇഒമാരായ ജീവനക്കാർ, ബിസിനസ്സുകാരായ വീട്ടമ്മമാർ, ടോപ്പർമാരായ വിദ്യാർത്ഥികൾ, ഇവർക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ട്, രാവിലെയുള്ള ശീലങ്ങൾ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ഐഡിയലായ, പവർഫുള്ളായ, ട്രാൻസ്ഫോർമേറ്റീവ് മോർണിംഗ് റുട്ടീൻ രൂപപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിശദമായി പറഞ്ഞുതരാം. ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്നതും ആയിരക്കണക്കിന് ആളുകളെ പഠിപ്പിച്ചതുമായ പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളാണിത്. ശരിക്കും പ്രവർത്തിക്കുന്നവ വെറും തിയറിയല്ല, റിയൽ വേൾഡ് റിസൾട്ടുകൾ. ഏറ്റവും അടിസ്ഥാനപരവും പ്രധാനപ്പെട്ടതുമായ റൂൾ, രാത്രി നേരത്തെയും ക്വാളിറ്റി ഉള്ളതുമായ ഉറക്കം നേടുക. നിങ്ങൾ രാത്രി 1-2 മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ രാവിലെ 5-6 മണിക്ക് എഴുന്നേൽക്കുക എന്നത് അസാധ്യമായിരിക്കും. ഇനി ഫോഴ്സ് ചെയ്ത് എഴുന്നേറ്റാൽ തന്നെ ക്ഷീണമുണ്ടാകും. ബോഡി ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. നിങ്ങൾക്ക് 7-8 മണിക്കൂർ നല്ല ഡീപ്പായ ക്വാളിറ്റി ഉറക്കം വേണം. 6 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ 10-11 മണിക്ക് ഉറങ്ങാൻ കിടക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക. ഫോൺ, TV, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും അകലം പാലിക്കുക. ബ്ലൂ ലൈറ്റ് മെലാറ്റോണിൻ ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നു, ഉറക്കത്തിന്റെ ക്വാളിറ്റി മോശമാക്കുന്നു, ഉറക്കം ആഴമില്ലാത്തതാകുന്നു. അതിനുപകരം ലൈറ്റായി ബുക്ക് വായിക്കുക, ഫിസിക്കൽ ബുക്ക് വായിക്കുക, ജേർണലിംഗ് ചെയ്യുക, കുടുംബാംഗങ്ങളോട് സംസാരിക്കുക. ലൈറ്റ് സ്ട്രെച്ചിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിംഗ് ചെയ്യാം. രാത്രി ഭക്ഷണം ലഘുവാക്കുക, 8 മണിക്കുള്ളിൽ കഴിക്കുക. ഹെവിയായോ എരിവുള്ളതോ ആയ ഭക്ഷണം കഴിക്കരുത്. രാവിലെ എഴുന്നേറ്റയുടനെ ആദ്യത്തെ കാര്യം ബെഡിൽ നിന്നും പുറത്തുവരിക, ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുക. 500 മില്ലി. രാത്രി മുഴുവൻ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. 7-8 മണിക്കൂർ വെള്ളമില്ലാതെ. വെള്ളം കുടിക്കുന്നതിലൂടെ മെറ്റബോളിസം 3% വരെ വർദ്ധിക്കുന്നു. ടോക്സിനുകൾ പുറത്തുപോകുന്നു. ബ്രെയിൻ ആക്റ്റീവാകുന്നു. എനർജി ലെവൽ പെട്ടെന്ന് കൂടുന്നു. ദഹനം മെച്ചപ്പെടുന്നു. ഇളം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ, തേൻ അല്ലെങ്കിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കാം. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, രാവിലെയുള്ള ആദ്യത്തെ 60-90 മിനിറ്റ് ഫോണിൽ തൊടുകയേ അരുത്. ഒരു സ്ക്രീനും നോക്കരുത്. ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരുന്നതും ഇതാണ്. വിജയിക്കുന്നവരും സാധാരണക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. അലാറം ബെഡിൽ നിന്നും ദൂരെ വയ്ക്കുക.
എഴുന്നേറ്റ് പോയി വേണം അത് ഓഫ് ചെയ്യാൻ. എന്നിട്ട് ഫോൺ അവിടെ തന്നെ വെക്കുക. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ മാത്രമാണ്. ലോകത്തിന് പിന്നീട് സമയം കൊടുക്കാം. ആദ്യം നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുക. ഈ സുവർണ മണിക്കൂറിൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയാം. ആദ്യം ശരീരം അനയ്ക്കുക. ഫിസിക്കൽ മൂവ്മെന്റ് കുറഞ്ഞത് 20-30 മിനിറ്റ്. ജിമ്മിൽ പോവുക, യോഗ ചെയ്യുക, ബ്രിസ്ക് വോക്ക് അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോവുക, സൈക്ലിംഗ്, സ്വിമ്മിംഗ് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയുള്ള ബോഡി വെയ്റ്റ് എക്സസൈസ്, പുഷപ്സ്, സ്ക്വാട്സ്, പ്ലാങ്ക്സ്, ബർപ്പീസ്, ജമ്പിംഗ് ജാക്സ്. മൂവ്മെന്റിലൂടെ എൻഡോർഫിനുകൾ റിലീസാകുന്നു. നാച്ചുറൽ ഹാപ്പിനെസ്സും എനർജി ഹോർമോണും. രക്തയോട്ടം കൂടുന്നു. തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നു. മെറ്റബോളിസം വർദ്ധിക്കുന്നു. ദിവസം മുഴുവൻ ഹൈ എനർജിയും പോസിറ്റീവ് മൂഡും നിലനിൽക്കും. സ്റ്റീവ് ജോബ്സ് ദിവസവും രാവിലെ നടക്കാൻ പോകുമായിരുന്നു. നടക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഐഡിയകൾ വരുന്നത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. റിച്ചാർഡ് ബ്രാൻസൺ കൈറ്റ് സർഫിംഗ് ചെയ്യുന്നു. ബരാക് ഒബാമ കാർഡിയോയും വെയ്റ്റ്സും ചെയ്യുന്നു. വ്യായാമത്തിന് ശേഷം 10-20 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക, 4 സെക്കൻഡ് പിടിച്ചു നിർത്തുക, 4 സെക്കൻഡ് പുറത്തേക്ക് വിടുക. ശ്രദ്ധ മാറിയാൽ സ്വയം കുറ്റപ്പെടുത്തരുത്. വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഓപ്ര വിൻഫ്രി പറയുന്നത്, മെഡിറ്റേഷൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനവും വ്യക്തതയും നൽകി എന്നാണ്. ബ്രിഡ്ജ് വാട്ടർ ഫണ്ടിലെ റേ ഡാലിയോ ദിവസവും ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുന്നു. ഫോക്കസും മെമ്മറിയും കൂട്ടുന്നു. വികാരങ്ങളെ ബാലൻസ് ചെയ്യുന്നു. ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ആങ്സൈറ്റിയും ഡിപ്രഷനും കുറയ്ക്കുന്നു. പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഒരു ഡയറി വയ്ക്കുക. ദിവസവും രാവിലെ നിങ്ങൾക്ക് നന്ദി തോന്നുന്ന 5-10 കാര്യങ്ങൾ അതിലെഴുതുക. ഏറ്റവും ചെറിയ കാര്യമായാൽ പോലും, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, ആരോഗ്യമുണ്ട്, കുടുംബമുണ്ട്, ഭക്ഷണം കിട്ടി, താമസിക്കാൻ ഒരിടമുണ്ട്, ശ്വാസമെടുക്കുന്നുണ്ട്, പുതിയൊരു ദിവസം ലഭിച്ചു. ഹാർവാർഡിന്റെ 20 വർഷം നീണ്ട പഠനം പറയുന്നത്, നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകൾ 25-30% കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും എന്നാണ്. അവർക്ക് മികച്ച ഉറക്കം ലഭിക്കുന്നു. അസുഖങ്ങൾ വരുന്നത് കുറവാണ്. ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. നന്ദി പ്രകടിപ്പിക്കുന്നത് തലച്ചോറിനെ പോസിറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുന്നു. പരാതി പറയുന്നതും നെഗറ്റിവിറ്റിയും കുറയുന്നു. ഇനി വരുന്നത് ഏറ്റവും പവർഫുള്ളായ ഗെയിം ചേഞ്ചിങ് ഭാഗമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ബ്രയാൻ ട്രേസിയുടെ ഈറ്റ് ദ ഫ്രോഗ് കോൺസെപ്റ്റ്. രാവിലെ നിങ്ങളുടെ തവളയെ തിന്നുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക, നിങ്ങളുടെ വിൽപവറും ഫോക്കസും ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ തന്നെ ഡ്രീം പ്രൊജക്റ്റിനു വേണ്ടി പ്രവർത്തിക്കുക. 30-60 മിനിറ്റ്. പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ എഴുതുക. പുതിയ സ്കിൽ, കോഡിംഗ്, ലാംഗ്വേജ്, ഇൻസ്ട്രുമെന്റ് പ്രാക്ടീസ്, ബിസിനസ് ഐഡിയ, പ്ലാനിംഗ്, റിസർച്ച്, ആക്ഷൻ സ്റ്റെപ്സ്, യൂട്യൂബ് കണ്ടന്റ്, സ്ക്രിപ്റ്റ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ്. പകൽ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് വരും. മീറ്റിംഗുകൾ, കോളുകൾ, ഫാമിലി, സോഷ്യൽ മീഡിയ, പ്രതീക്ഷിക്കാത്ത ജോലികൾ. എന്നാൽ രാവിലെയുള്ള ഈ 1 മണിക്കൂർ പൂർണ്ണമായും യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടേതാണ്. ദിവസവും 1 മണിക്കൂർ വെച്ചുകൊടുത്താൽ 1 വർഷത്തിൽ 365 മണിക്കൂർ, അതായത് കൃത്യം 15 മുഴുവൻ ദിവസങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി ഫുൾ ഫോക്കസ്. 15 ദിവസത്തെ ഫുൾ ഡെഡിക്കേഷൻ. എന്താണ് നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത്? മറ്റൊരു സൂപ്പർ പവർഫുൾ രഹസ്യം. വിഷ്വലൈസേഷൻ നിങ്ങളുടെ റുട്ടീനിൽ തീർച്ചയായും ഉൾപ്പെടുത്തുക. 5-10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തതായി ഡീറ്റെയിലായി സങ്കൽപ്പിക്കുക. നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങൾ എവിടെയാണ്? ആളുകൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? വിജയത്തിന്റെ ഗന്ധം, ശബ്ദം, ഫീലിംഗ് എല്ലാം അനുഭവിച്ചറിയുക. ഇതൊരു ആത്മീയ മാന്ത്രിക വിദ്യയോ ലോ ഓഫ് അട്രാക്ഷനോ അല്ല, പ്യുവർ ന്യൂറോ സയൻസാണ്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ തലച്ചോറ് അതിനെ ഒരു യഥാർത്ഥ അനുഭവമായി കണക്കാക്കുന്നു. സബ്കോൺഷ്യസ് മൈൻഡ് ആ ദിശയിലേക്ക് ഐഡിയകളും മോട്ടിവേഷനും അവസരങ്ങളും ക്രിയേറ്റ് ചെയ്യും. ഏറ്റവും വിജയകരമായ ഒളിമ്പ്യൻ മൈക്കൽ ഫെൽപ്സ് ഓരോ മത്സരവും ആയിരക്കണക്കിന് തവണ മനസ്സിൽ നീന്തി തീർക്കുമായിരുന്നു. ഓരോ സ്ട്രോക്കും ഓരോ ശ്വാസവും ഫിനിഷ് ലൈൻ വരെ. മഹാഭാരതത്തിലെ അർജുനനും വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു. പക്ഷിയുടെ കണ്ണ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. നിങ്ങളും ചെയ്യുക. വിദ്യാർത്ഥിയാണെങ്കിൽ ടോപ്പ് റാങ്ക്, ജോലിയിൽ പ്രൊമോഷൻ, ബിസിനസ്സിൽ മില്യൺ ടേൺ ഓവർ. ഇനി ചിലർ ചോദിക്കും, അളിയാ, ഇതൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് സമയം കിട്ടുക? കുടുംബമുണ്ട്, ജോലിയുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സമയമുണ്ട്, പ്രയോറിറ്റി ഇല്ല എന്നതാണ് സത്യം. വൈകുന്നേരം 3-4 മണിക്കൂർ റീൽസ് കാണാനും നെറ്റ്ഫ്ലിക്സ് കാണാനും സുഹൃത്തുക്കളോട് ചാറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. പക്ഷേ രാവിലെ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നില്ല. ഇത് സമയത്തിന്റെ പ്രശ്നമല്ല, പ്രയോറിറ്റിയുടെയും മൈൻഡ് സെറ്റിന്റെയും പ്രശ്നമാണ്. നിങ്ങൾ തീരുമാനിക്കണം.
നിങ്ങളുടെ ജീവിതത്തിനാണോ അതോ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിൽക്കുന്നതിനാണോ നിങ്ങൾ പ്രയോറിറ്റി നൽകേണ്ടതെന്ന്. ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റണം എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് മടുത്തുപോകും. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. പതുക്കെ വളർത്തിയെടുക്കുക. ആദ്യത്തെ ആഴ്ച രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും മാത്രം ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ ആഴ്ച ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ആഴ്ച വ്യായാമം. നാലാമത്തെ ആഴ്ച ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനും ചേർക്കുക. പതുക്കെ അതൊരു സമ്പൂർണ്ണ റുട്ടീനായി മാറും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെയുള്ള റുട്ടീൻ വൈകുന്നേരം മുതൽ തുടങ്ങുന്നു. രാത്രി ഭക്ഷണം ലഘുവാക്കുകയും നേരത്തെ കഴിക്കുകയും ചെയ്യുക. 8 മണിക്കുള്ളിൽ ഹെവിയായോ എരിവുള്ളതോ ആയ ഭക്ഷണം കഴിക്കരുത്, ദഹനപ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. ഉറങ്ങുന്നതിനു മുമ്പ് അടുത്ത ദിവസത്തെ പ്രധാനപ്പെട്ട 3 ജോലികൾ എഴുതിവെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാകും. ഡിസിഷൻ ഫറ്റീഗ് ഉണ്ടാകില്ല. ബരാക് ഒബാമയും മാർക്ക് സക്കർബർഗും വസ്ത്രം തിരഞ്ഞെടുക്കുന്ന പോലെയുള്ള ചെറിയ തീരുമാനങ്ങളിൽ മെന്റൽ എനർജി പാഴാക്കാറില്ല. എപ്പോഴും സിമ്പിൾ വസ്ത്രങ്ങൾ. സ്ഥിരതയാണ് ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ. 1-2 ദിവസം പെർഫെക്റ്റ് റുട്ടീൻ ചെയ്തതുകൊണ്ട് ഒന്നുമുണ്ടാകില്ല. ദിവസവും ചെയ്യുക. അവധിയാണെങ്കിലും ഉത്സവമാണെങ്കിലും യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആരോഗ്യമുള്ളപ്പോഴാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴാണെങ്കിലും. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ട് തോന്നും. മൈൻഡ് പല കാരണങ്ങളും പറയും. ഇന്നലെ വൈകിയാണ് ഉറങ്ങിയത്, ഇന്ന് അവധിയാണ്, ഇന്ന് മൂടില്ല. എന്നാൽ 21 ദിവസം കഴിയുമ്പോൾ അതൊരു ശീലമാകും. 60 ദിവസം കഴിയുമ്പോൾ അതൊരു ലൈഫ് സ്റ്റൈലാകും. 90 ദിവസം കഴിയുമ്പോൾ അത് നിങ്ങളുടെ പ്രകൃതമാകും. പഠനങ്ങൾ പറയുന്നത് സ്ഥിരമായി മോർണിംഗ് റുട്ടീനുള്ള ആളുകൾ 30% കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നാണ്. സ്ട്രെസ് 60% കുറവ്, ആരോഗ്യം മികച്ചത്, സന്തോഷം കൂടുതൽ, ജീവിതത്തിൽ സംതൃപ്തി കൂടുതൽ. ജീവിതത്തിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്ന ഫീലിംഗ് ആണ് ഏറ്റവും വലുത്. നിങ്ങളാണ് ഡ്രൈവർ, പാസഞ്ചർ അല്ല. ചിലർ പറയും, ഞാൻ രാത്രി വൈകി ഉറങ്ങുന്ന പ്രകൃതക്കാരനാണ്, മോർണിംഗ് പേഴ്സൺ ആകാൻ കഴിയില്ല, ജനറ്റിക്സ് ആണ് എന്ന്. ഇത് 90% ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ജനറ്റിക്സ് ചെറിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ക്രോണോടൈപ്പ് ചിലർ സ്വാഭാവികമായി നേരത്തെ ഉണരും, ചിലർ വൈകി. എന്നാൽ കൂടുതലും ഇത് ശീലങ്ങളുടെയും ബോഡി ക്ലോക്കിന്റെയും കാര്യമാണ്. വർഷങ്ങളായി വൈകി ഉണരുന്നതുകൊണ്ട് ശരീരം അതിനോട് പൊരുത്തപ്പെട്ടതാണ്. എന്നാൽ പതുക്കെ സമയം മാറ്റുക. ഓരോ ആഴ്ചയും 15-30 മിനിറ്റ് നേരത്തെ ആക്കുക. 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ആദ്യം 7:35, പിന്നെ 7:15, പിന്നെ 6:45. ഒരു മാസം കൊണ്ട് 5:30-6 മണിയിലെത്തും. ഉറങ്ങുന്ന സമയവും നേരത്തെ ആക്കുക. ഞാൻ തന്നെ അങ്ങനെ ചെയ്തതാണ്. പണ്ട് 12-1 മണിക്കാണ് ഉറങ്ങിയിരുന്നത്. ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങി 5:30 എഴുന്നേൽക്കുന്നു. ഈ റുട്ടീൻ എൻജോയ് ചെയ്യാൻ പഠിക്കുക. ഇതൊരു ഭാരമായി കാണരുത്. ഇത് നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു സമ്മാനമാണ്. ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി മാത്രമുള്ളതാണ്. ജിം ഇഷ്ടമല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക. പാർക്കിൽ നടക്കുക. യോഗ ട്രൈ ചെയ്യുക. മെഡിറ്റേഷൻ ബോറിംഗ് ആയി തോന്നിയാൽ ഗൈഡഡ് മെഡിറ്റേഷൻ ആപ്പ് ഉപയോഗിക്കുക. മ്യൂസിക്കിനൊപ്പം ബ്രീത്തിംഗ് ചെയ്യാം. ചില ദിവസങ്ങളിൽ പരാജയപ്പെട്ടേക്കാം. അലാറം കേൾക്കാതെ വൈകി എഴുന്നേറ്റേക്കാം. അത് സാധാരണമാണ്. മനുഷ്യനാണ്, റോബോട്ടല്ല. അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക. കൺസിസ്റ്റൻസി എന്നത് പെർഫെക്ഷൻ അല്ല, അത് റിക്കവറിയും കമ്മിറ്റ്മെന്റുമാണ്. അപ്പോൾ ഇനി സീരിയസ് ആയി ഒരു 30 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കുക. നാളെ മുതൽ 6 മണിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എഴുന്നേൽക്കുന്നതിലും 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക. ഫോൺ ദൂരെ വയ്ക്കുക, വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, നന്ദി പ്രകടിപ്പിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. 30 ദിവസത്തിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാജിക്കാണ് സംഭവിച്ചത് എന്ന് കമന്റിൽ പറയുക. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ തികച്ചും പുതിയൊരു മനുഷ്യനായി മാറും. ഹൈ എനർജി, കൃത്യമായ ഫോക്കസ്, ഡബിൾ കോൺഫിഡൻസ്, വ്യക്തമായ ലക്ഷ്യം, കൂടുതൽ സന്തോഷം. ജീവിതത്തിൽ 2 തരം ആളുകളുണ്ട്. 1, ശരിയായ സമയം വരും, സാഹചര്യങ്ങൾ പെർഫെക്റ്റ് ആകുമ്പോൾ തുടങ്ങാം എന്ന് കരുതി കാത്തിരിക്കുന്നവർ. 2, സാഹചര്യങ്ങൾ മോശമാണെങ്കിലും ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുന്നവർ. നിങ്ങൾ ഏതു ഭാഗത്താണ്? മറ്റൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി പറയാം. പ്രിയ ഡൽഹിയിൽ 9 to 5 ജോലി ചെയ്യുകയായിരുന്നു. വളരെ അൺഹാപ്പിയായിരുന്നു. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നതായിരുന്നു സ്വപ്നം. മോട്ടിവേഷണൽ കണ്ടന്റ്. എപ്പോഴും ചിന്തിക്കും, സമയമില്ല, എപ്പോഴും ക്ഷീണമാണ് എന്ന്. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, 2 മണിക്കൂർ ചാനലിനു വേണ്ടി മാറ്റിവെക്കും. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഉറക്കം വരും, സംശയങ്ങൾ തോന്നും. പക്ഷേ അവർ അത് സ്ഥിരമായി ചെയ്തു. സ്ക്രിപ്റ്റ്, ഷൂട്ട്, എഡിറ്റ്, അപ്ലോഡ്. 1 വർഷം കൊണ്ട് 50,000 സബ്സ്ക്രൈബേഴ്സ്. 2 വർഷം കൊണ്ട് 2 ലക്ഷത്തിലധികം. ജോലി വിട്ട് ഫുൾ ടൈം ക്രിയേറ്ററായി. രാവിലെയുള്ള ആ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാത്രം. ഇതുപോലെ ലക്ഷക്കണക്കിന് കഥകളുണ്ട്.
ആളുകൾ വരുത്തുന്ന സാധാരണ തെറ്റുകൾ നിങ്ങളത് ചെയ്യരുത്. ഒറ്റയടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 4 മണിക്ക് എഴുന്നേൽക്കുക, 2 മണിക്കൂർ ജിം, 1 മണിക്കൂർ മെഡിറ്റേഷൻ, 3 ദിവസം കഴിയുമ്പോൾ ബേൺഔട്ടായി എല്ലാം ഉപേക്ഷിക്കും. പതുക്കെ തുടങ്ങുക, നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ വളർത്തുക. മറ്റുള്ളവരുടെ റുട്ടീൻ കണ്ണടച്ച് കോപ്പി അടിക്കുക. സെലിബ്രിറ്റി 3 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ്. നിങ്ങളുടേതായ യുണീക്ക് റുട്ടീൻ ഉണ്ടാക്കുക. പ്രഭാതം നല്ലതാണ്, പക്ഷേ പകൽ സമയം പാഴാക്കുന്നു. സോഷ്യൽ മീഡിയ, നെഗറ്റീവ് ആളുകൾ, പ്ലാൻ ഇല്ലാത്ത ജോലികൾ. ദിവസം മുഴുവൻ ഫോക്കസ് നിലനിർത്തുക. അവധി ദിവസങ്ങളിൽ ബ്രേക്ക് എടുക്കുന്നു, ബോഡി ക്ലോക്ക് തകരാറിലാകുന്നു. തിങ്കളാഴ്ച ബുദ്ധിമുട്ടാകുന്നു. ആഴ്ചയിലെ 7 ദിവസവും ബേസിക് റുട്ടീൻ നിലനിർത്തുക. ഈ റുട്ടീൻ സൂപ്പർചാർജ് ചെയ്യാനുള്ള ബോണസ് ടിപ്സ്. അക്കൗണ്ടബിലിറ്റി പാർട്ണർ, സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ പറയുക, ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് എഴുന്നേറ്റു എന്ന് മെസ്സേജ് അയക്കുക. ട്രാക്കർ കലണ്ടറിൽ ദിവസവും ടിക്ക് ചെയ്യുക, ആ തുടർച്ച മാറ്റരുത്. സീൻഫെൽഡ് സ്ട്രാറ്റജി. വിജയം ആഘോഷിക്കുക. 30 ദിവസത്തിനു ശേഷം റിവാർഡ്, പുതിയ ബുക്ക്, സിനിമ, ഡിന്നർ. എൻവയോൺമെന്റ്. വർക്കൗട്ട് ചെയ്യാനുള്ള വസ്ത്രങ്ങൾ രാത്രി തന്നെ തയ്യാറാക്കി വയ്ക്കുക. ജേണൽ ബെഡിന് അടുത്ത് വയ്ക്കുക. റൂം ഇരുട്ടുള്ളതും തണുപ്പുള്ളതുമാക്കുക. ഡയറ്റ്. രാത്രി ലഘുഭക്ഷണം, രാവിലെ പ്രോട്ടീനും ഫൈബറും കൂടുതലുള്ള ഓട്സ്, മുട്ട, പഴങ്ങൾ, നട്ട്സ്. മോർണിംഗ് റുട്ടീൻ കൊണ്ട് എന്തൊക്കെ മാജിക്കാണ് സംഭവിക്കുക എന്ന് വിശദമായി പറയാം. പ്രൊഡക്ടിവിറ്റി 2-4 ഇരട്ടിയാകും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ തീർക്കും, പകൽ സമയം ഫ്രീ ആകും. ഫിസിക്കൽ ഹെൽത്ത് ടോപ്പിലാകും. വെയ്റ്റ് കൺട്രോൾ, കരുത്ത്, പ്രതിരോധശേഷി, ദീർഘായുസ്. മെന്റൽ ഹെൽത്ത് സൂപ്പറാവും. സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും കുറയും. ഷാർപ്പ് മെമ്മറി, മികച്ച മൂഡ്. റിലേഷൻഷിപ്പുകൾ മെച്ചപ്പെടും. കൂടുതൽ ക്ഷമ, സ്നേഹം, മനസ്സിലാക്കാനുള്ള കഴിവ്. സെൽഫ് കോൺഫിഡൻസ് കുതിച്ചുയരും. ദിവസവും സ്വയം നൽകുന്ന വാക്കു പാലിക്കുന്നു, സ്വന്തത്തോട് ബഹുമാനം തോന്നും. ഗോളുകൾ വേഗത്തിൽ നേടിയെടുക്കും. കോമ്പൗണ്ട് ഇഫക്റ്റ്. ദിവസവും 1% പുരോഗതി. മറ്റുള്ളവർക്ക് പ്രചോദനമാകും. കുടുംബവും സുഹൃത്തുക്കളും നിങ്ങളെ ഫോളോ ചെയ്യും. യഥാർത്ഥ ആന്തരിക സന്തോഷം ലഭിക്കും. ജീവിതം കൺട്രോളിലാണെന്നും അർത്ഥപൂർണമാണെന്നും ഫീൽ ചെയ്യും. ഇത് വെറുമൊരു നേരത്തെ എഴുന്നേൽക്കൽ മാത്രമല്ല, പൂർണ്ണമായും മൈൻഡ്സെറ്റ് മാറ്റുകയാണ്. ഞാനൊരു ഇരയല്ല, എന്റെ ജീവിതം സൃഷ്ടിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. സാഹചര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കില്ല, ഞാൻ തന്നെ അത് സൃഷ്ടിക്കും. വലിയ മാറ്റങ്ങൾ എപ്പോഴും ചെറിയ കാൽവെപ്പുകളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഓരോ നല്ല പ്രഭാതവും ഓരോ തുള്ളി വെള്ളമാണ്, അത് പതിയെ ആ കുടം നിറയ്ക്കും. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നാം നിരന്തരം എന്താണോ ചെയ്യുന്നത് അതാണ് നാം. അതുകൊണ്ട് മികവ് എന്നത് ഒരു പ്രവൃത്തിയല്ല, അതൊരു ശീലമാണ്. എന്റെ സ്വന്തം അനുഭവം പറയാം. കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. വ്യക്തമായ ലക്ഷ്യങ്ങളില്ലായിരുന്നു. കൺഫ്യൂഷൻ, കുറഞ്ഞ എനർജി, ഡിപ്രഷൻ. പല സൈഡ് ബിസിനസ്സുകളും ട്രൈ ചെയ്തു, പക്ഷേ സ്ഥിരതയുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ റോബിൻ ശർമ്മയുടെ ദി 5 AM ക്ലബ് വായിച്ചു. ജീവിതം മാറിമറിഞ്ഞു. 5 AM ക്ലബിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ 15 ദിവസം വളരെ കഠിനമായിരുന്നു. അലാറം അടിക്കുമ്പോൾ സ്നൂസ് അമർത്തും, പിന്നീട് കുറ്റബോധം തോന്നും. പക്ഷെ ഞാൻ പിന്മാറിയില്ല, പതിയെ അത് എളുപ്പമായി. 3 മാസം കഴിഞ്ഞപ്പോൾ കോഴ്സ് പൂർത്തിയാക്കി. സൈഡ് ബിസിനസ്സിൽ നിന്ന് വരുമാനം തുടങ്ങി. 20 പുസ്തകങ്ങൾ വായിച്ചു. ഫിറ്റ്നസ് മാറിമറിഞ്ഞു. കോൺഫിഡൻസും സന്തോഷവും വർദ്ധിച്ചു. അന്നെടുത്ത ആ തീരുമാനമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. നിങ്ങൾക്കും അത് സാധിക്കും. ഇന്ന് തന്നെ അലാറം സെറ്റ് ചെയ്യുക, ദൂരെ വെക്കുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്നും പുറത്തുവരിക. പുതിയൊരു അധ്യായം, പുതിയൊരു ജീവിതം തുടങ്ങുക. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ വീഡിയോ ആയിരുന്നു. എന്നാൽ നിങ്ങൾ ഇത് മുഴുവനായി കണ്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നിങ്ങളുടെ ആ സമർപ്പണത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ട്, ടൂളുകളുണ്ട്, കഥകളുണ്ട്, സയൻസ് ഉണ്ട്. ഇനി പ്രവർത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഓൺ ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണ്? എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്ന് കമന്റിലൂടെ അറിയിക്കുക. 30 ദിവസത്തിന് ശേഷമുള്ള നിങ്ങളുടെ മാറ്റം പങ്കുവയ്ക്കുക. ഞാൻ ഓരോ കമന്റും വായിക്കുന്നതാണ്. ഓർക്കുക, നിങ്ങളുടെ പ്രഭാതമാണ് നിങ്ങളുടെ ഭാവി ഡിസൈൻ ചെയ്യുന്നത്. രാവിലെയുള്ള സമയത്തിന് മുൻഗണന നൽകുക. ശീലങ്ങൾക്ക് മുൻഗണന നൽകുക. അപ്പോൾ കാണാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന മാജിക്കലായ മാറ്റങ്ങൾ. നിങ്ങളുടെ വിജയത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും സ്വപ്നജീവിതത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ തന്നെ പോയി നിങ്ങളുടെ ഏറ്റവും മികച്ച ജീവിതം ആരംഭിക്കുക. ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.